ഗ്രാമങ്ങളിലേക്ക് പോവുക. അന്നത്തിനായി ശിരസിൽ ഭാരം ചുമക്കുന്ന കുഞ്ഞുങ്ങളെ കാണുക. തെരുവിൽ ചോരവാർന്ന് പിടഞ്ഞു മരിച്ച ഭാരത സ്ത്രീയുടെ ജഡം കാണുക. കണ്ണു തുറക്കുക ഭാരതമേ. ഈ കാഴ്ചകൾ എനിക്ക് നോവുന്നു. നിങ്ങൾക്കോ? ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഉഡുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. ചാതുർവർണ്ണയത്തിനെതിരായ ചെറുത്തുനിൽപ്പിന് ആത്മീയ അടിത്തറ ഉണ്ടായിരുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത്. കൃഷ്ണഭക്തനായ കനകദാസനൊരിക്കൽ ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ എത്തിയത്രേ. പുരോഹിതനെന്ന് കനകദാസന് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചു. ദുഃഖിതനായ കനകദാസൻ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥന നടത്തി. പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ദൈവം കനകദാസനിരിക്കുന്ന ദിക്കിലേക്ക് തിരിഞ്ഞു വന്നെന്നാണ് ഐതിഹ്യം. പൗരോഹിത്യത്തിന്റെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കണമെന്നതാണ് കനകദാസ കഥയുടെ സാരാംശം. 1892 സ്വാമി വിവേകാനന്ദൻ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ കാനറയിലെത്തി. വിവേകാനന്ദൻ ഇവിടെ പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം ഐത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെയായിരുന്നു. ശുദ്ധനായിരിക്കുക, പരോപകാരം ചെയ്യുക, ഇതാണ് ആരാധനകളുടെ രത്നച്ചുരുക്കം. ദരിദ്രരിലും ദുർബലരിലും രോഗികളിലും ദൈവത്തെ കാണുന്നവനാണ് ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്നത്. വിഗ്രഹത്തിൽ മാത്രം ദൈവത്തെ കാണുന്നവന്റെ ആരാധനയുടെ തുടക്കം മാത്രമാണ്. സ്വാമി വിവേകാനന്ദന്റെ 150-ാം ജന്മവാർഷിക വർഷത്തിൽ ഉഡുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഒരു വലിയ ഊട്ടുപുരയുണ്ട്. ഊട്ടുപുരയ്ക്ക് 2 നിലകളുണ്ട്. ഈ നിലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. താഴത്തെ നില ബ്രാഹ്മണനും മുകളിലത്തെ നില ശൂദ്രർക്കുമായി സംവരണം ചെയ്തിരിക്കുന്നു. ഇതാണ് അന്നത്തിന് മുന്നിലെ ചാതുർവർണ്ണ്യം. ഊട്ടുപുരയ്ക്ക് അകത്ത് കടക്കാൻ 2 കവാടങ്ങളുണ്ട്. ഒന്ന് പൂണൂൽ ധരിച്ച ബ്രാഹ്മണർക്ക്, മറ്റൊന്ന് പൂണൂലില്ലാത്ത ബഹുഭൂരിഭാഗം വരുന്ന ശൂദ്രർക്കും. എണ്ണത്തിൽ കുറവായ ബ്രാഹ്മണർക്ക് എളുപ്പത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. ഒട്ടും കാത്തിരിക്കേണ്ട. വളരെ പെട്ടെന്ന് പായസമടക്കമുള്ള സദ്യ ലഭിക്കും. അറിയാതെ ഏതെങ്കിലും ഒരു ശൂദ്രൻ അകത്ത് കയറിയാൽ ഊട്ടുപുറം നടത്തിപ്പുകാരൻ ക്ഷോഭത്തോടെ ആട്ടിയകറ്റും. പത്രവും वीडियो प्रोग्राम बनने के लिए आए। देखो स्टार्ट हो गए तो बाद में नहीं छोड़ता। नहीं उधर ऑफिस में बोलो। ऑफिस में जाए, ऑफिस में जाए। अच्छा ബ്രാഹ്മണ ഊട്ടുപുരയുടെ കവാടത്തിൽ തന്നെ ഒരു ബ്രാഹ്മണൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. ശൂദ്രൻ അകത്തു കിടക്കുന്നത് തടയുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. ഞാൻ ബ്രാഹ്മണനല്ല, അപ്പൊ എങ്ങോട്ട് പോകണം? ഇവിടെ ബ്രാഹ്മണത്തിന് മാത്രമാണുള്ളൂ. ബ്രാഹ്മണ അല്ലാത്തവർക്കോ? ശൂദ്രന്മാർക്ക് എവിടെയാണ്? ശൂദ്രന്മാർക്ക് മുകളിൽ. ശൂദ്രന്മാർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റുമോ? അതെന്താണ്? അല്ല, ശൂദ്രന്മാർക്ക് എന്താ ഇവിടെ ഇരുന്ന് കഴിക്കാൻ കുഴപ്പം? ഇനി ശൂദ്രരുടെ ഊട്ടുപുരയിലേക്ക് പോകാം. വരിയിൽ മണിക്കൂറുകളോളം നിൽക്കണം. എങ്കിൽ മാത്രമേ ശൂദ്ര ഊട്ടുപുരയിലേക്ക് പ്രവേശനം ലഭിക്കൂ. ബ്രാഹ്മണ ഊട്ടുപുരയിലേതുപോലെയല്ല. തിക്കി തിരക്കി ഇവിടെ ഇരിക്കേണ്ടി വരും. ബ്രാഹ്മണ ഊട്ടുപുരയിൽ പായസം കിട്ടും. ഇവിടെ അതില്ല. ഉച്ചയ്ക്ക് ശൂദ്ര ഊട്ടുപുരയിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവരിൽ വലിയൊരു വിഭാഗം ഉഡുപ്പി നഗരത്തിലെ പാവപ്പെട്ട ദളിതരായ കുട്ടികളാണ്. താഴത്തെ നിലയിൽ പൂണൂൽ ധരിച്ച ബ്രാഹ്മണരായ കുട്ടികൾ, മുകളിൽ കറുത്തിരുണ്ട ദളിത് കുട്ടികൾ. ബാല്യത്തിൽ തന്നെ ഇവരുടെ സിരകളിൽ ഐത്തത്തിന്റെ വിഷം കുത്തിവെക്കുന്നു. ruled that sampradaya. They had not difference, so that we are eating here, the Shudras are eating here. 120 വർഷം മുമ്പ് ദക്ഷിണ കാനറയിലെത്തിയ സ്വാമി വിവേകാനന്ദൻ ശക്തമായി എതിർത്ത ചാതുർവർണ്ണ്യം ഇന്നും ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നു. അയിത്തവും തൊട്ടുകൂടായ്മയും നിയമനിർമ്മാണത്തിലൂടെ നിരോധിച്ചതാണ്.
പക്ഷേ ഈ ദുരാചാരങ്ങൾ മറയില്ലാതെ ഇപ്പോഴും തുടരുന്നു. ഇവിടെ ഈ വൈഷ്ണവർക്ക് പിന്നെ ഈ അതർ കാസ്റ്റിന് പിന്നെ നിങ്ങളുടെ കുറേ റെസ്ട്രിക്ഷൻ സമ്പ്രദായങ്ങൾ ശാസ്ത്രങ്ങളുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം ചെയ്യാൻ പറ്റില്ല. ബ്രാഹ്മണക്ക് ഒരു ഇതാണ്, പിന്നെ പബ്ലിക് അങ്ങനെ ഇതാണ്. കുറേ നടപടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇതാണ് നടപടിയാണ്. അത് പണ്ട് കാലം തൊട്ടേ അങ്ങനെയാണോ? പണ്ട് കാലം തൊട്ടേ അങ്ങനെയാണോ? പണ്ട് കാലത്തിന് അങ്ങനെയുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായ പേജാവര സ്വാമിയാണ് ഇപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ അധിപൻ. പ്രതിഷേധം എത്ര ശക്തമായാലും ശരി, അന്നത്തിനു മുന്നിലെ ചാതുർവർണ്ണ്യം തുറന്നേ തീരൂ എന്ന ഉറച്ച നിലപാടിലാണ് പേജാവര സ്വാമി. In Udupi, yes, people say that there is discrimination. Actually, Brahmins are eating, having food in one place. The others are having food in another place. This has been practiced since centuries. If the public is angered or agitated, in the coming days, I think that also will be changed. But the thing is that the Brahmana Varga, who is making pujas over there, I think they have to be given a separate place there. That is my personal opinion, that the Brahmins who are making puja, they have got their own custom there. So there is no harm in they eating in different place. ഉച്ചനീചത്വം അവസാനിപ്പിക്കാൻ പരിഹാരമുണ്ട്. ഉയർന്ന ജാതിക്കാരനെ താഴ്ന്ന ജാതിക്കാരന്റെ സാമൂഹ്യാവസ്ഥയിലേക്ക് പിടിച്ചു താഴ്ത്തുകയല്ല വേണ്ടത്. മറിച്ച് താഴ്ന്ന ജാതിക്കാരനെ ഉയർന്ന ജാതിക്കാരന്റെ സാമൂഹ്യ നിലവാരത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ് വേണ്ടത്. ഒരു ചണ്ടാലനെ ബ്രാഹ്മണന്റെ ഒപ്പം ഇരുത്തണം. പതുക്കെയാണെങ്കിലും ഇത് സാധിച്ചേ തീരൂ. ജ്ഞാനാഞ്ജനശലാകയാ 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദന്റെ സന്ദർശനത്താൽ അനുഗ്രഹീതമായ കുക്കി ക്ഷേത്രം. പശ്ചിമഘട്ട താഴ്വരയിൽ മലയരയന്മാർ എന്ന ഗോത്രവർഗക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. പാമ്പാടികളുടെ നാടോടി സംസ്കാരമാണ് കുക്കിയുടെ തനിമ. വാസുകി എന്ന നാഗത്തെ പിടിക്കാനായി ഗരുഡൻ കുക്കിയുടെ ആകാശത്തിലൂടെ വട്ടമിട്ട് പറന്നപ്പോൾ വാസുകിയും പാമ്പുകളുമെല്ലാം സുബ്രഹ്മണ്യന്റെ സമീപം അഭയം തേടി. അശരണർക്കും ആലംബഹീനർക്കും ക്ഷേത്രം ആശ്രയമാകണമെന്നതാണ് സാരാംശം. സ്വാമി വിവേകാനന്ദന്റെ ജനനത്തിന്റെ 150ാം വാർഷികത്തിൽ നമുക്ക് കുക്കി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. ക്ഷേത്രമുറ്റത്ത് സദ്യ നടക്കുകയാണ്. ബ്രാഹ്മണർക്ക് മാത്രമുള്ള സദ്യ. കുക്കിയിലെ ബ്രാഹ്മണർ മാത്രമല്ല, രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ബ്രാഹ്മണർ പ്രശസ്തമായ ഈ സദ്യ ഉണ്ണുന്നതിനായി ഇവിടെ എത്തുന്നു. ഇനി മടസ്നാനം, ഏറ്റവും പ്രാകൃതമായ ദുരാചാരം. ബ്രാഹ്മണന്റെ എച്ചിലില നിരത്തിയിട്ടുണ്ട്. എച്ചിൽ ഇലയുടെ മുകളിലൂടെ ആദിവാസികൾ ഉരുളുന്നു. ഇതാണ് മടസ്നാനം. ബ്രാഹ്മണന്റെ എച്ചിലിലയിൽ കിടന്നുരുണ്ടാൽ ത്വക്രോഗങ്ങൾ ഉണ്ടാവില്ലെന്നാണ് ആദിവാസികളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവനിശ്ചയമെന്ന അന്ധവിശ്വാസത്തോടെ തെല്ലും ലജ്ജയില്ലാതെ ദുരാചാരം ഇവർ അനുഷ്ഠിക്കുന്നു. മടസ്നാനത്തിനെതിരെ നേരത്തെ ചിലർ ബംഗളൂരു ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ദുരാചാരം നിരോധിച്ചു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. അതോടെ മടസ്നാനം നടത്താൻ നിയമപരിരക്ഷ ലഭിച്ചു.
ബാൻ ചെയ്യണം. എങ്ങനെ സതി ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, സതി അതിൻ്റെ അഗേൻസ്റ്റ് കുറേ സമരങ്ങളെല്ലാം നടന്ന് രാജാ രാംമോഹൻ റായ് ഇങ്ങനെയുള്ളവരും അതിനോടായിട്ട് ഇതായിട്ട് പിന്നെ സതി സിസ്റ്റമിനെ ബാൻ ചെയ്തു. അതുപോലെ കർണാടകത്തിൽ ചന്ദ്രഗുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട്. ആ ചന്ദ്രഗുത്തി അമ്പലത്തിൽ അവിടെ സ്ത്രീകൾ നേക്കഡായിട്ട് അവിടെ പോയിട്ട് കുളിച്ചിട്ട് കംപ്ലീറ്റ് നേക്കഡായിട്ട് നടന്നുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അവിടെ, നഫ്തലി സേവ നടന്നു. അതും കുറേ എത്രയോ കാലം നടന്നുകൊണ്ടായത്. പക്ഷെ അത് ഒരു പൊതുസമരം അതിനെപ്പറ്റിയെല്ലാം നടന്നിട്ട് സോഷ്യൽ വർക്കേഴ്സ് എല്ലാം ഇതിനോടായിട്ട് പ്രവർത്തകരെല്ലാം അതിന് ഈ സമരമൊക്കെ നടന്നു. അതെല്ലാമായിട്ട് അതിനെ ബാൻ ചെയ്തു. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ട് ഇവിടെ കർണാടകത്തിൽ. ദേവദാസി എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. സ്ത്രീകളെ അവർ പറഞ്ഞ ചെറിയ കുട്ടികളെ തന്നെ അവരെ ഈ പ്രോസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഇളക്കുന്നതാണ് അവർ. അങ്ങനെയുള്ള ദേവദാസി എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, അതിനെ ബാൻ ചെയ്തിരിക്കും. ഇങ്ങനെയുള്ള ഈ അനിശ്ചിത സിസ്റ്റം വന്നിട്ടുണ്ട്. ഇതെല്ലാം സോഷ്യൽ ഈവിൽസ്, ഇതിനെല്ലാം ഗവൺമെൻറ് ബാൻ ചെയ്യണം. അതുകൊണ്ട് ഈ ജാതി ഭേദങ്ങളുണ്ടാക്കുന്ന പിന്നെ ഇത്രയും ഒരു അസഹ്യമായ ഒരു ഈ മടസ്നാന എന്നുള്ള ഇങ്ങനെയുള്ള സിസ്റ്റം പിന്നെ അതിനെ കംപ്ലീറ്റ് ബാൻ ചെയ്യണം ഗവൺമെൻറ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ ജനുവരി 26, ഇതേ കൊല്ലം ജനുവരി 26-ാം തീയതി ഞങ്ങൾ ഉടുപ്പിയിൽ വലിയൊരു പ്രൊട്ടസ്റ്റ് നടത്തി ഈ പങ്ക്തിഭേദത്തിൻ്റെ അഗേൻസ്റ്റായിട്ട്. എന്നിട്ടും ഗവൺമെൻറ് ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പോൾ സുബ്രഹ്മണ്യത്തിൽ തന്നെ ഞങ്ങളൊരു ജാഥ തുടങ്ങിയിട്ട് ഇപ്പോൾ ഉടുപ്പി വരെ ഞങ്ങൾ പോകുന്നു. ആത്മാവുണ്ടെന്ന് അനുഭവപ്പെടാത്ത ഒരാൾക്ക് അതുണ്ടെന്ന് പറയാൻ എന്താണ് അവകാശം? ഈശ്വരനെ കാണാതെ ഈശ്വരനുണ്ടെന്ന് പറയാൻ അധികാരമെന്ത്? ഈശ്വരനുണ്ടെങ്കിൽ കാണണം, ആത്മാവുണ്ടെങ്കിൽ അനുഭവപ്പെടണം. അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് ഭേദം. ഒരു തുറന്ന നാസ്തികനാവുന്നതാണ് കപടഭക്തനായിരിക്കുന്നതിലും ഭേദം. ಕೆಲವು ನಿಮಿಷದಲ್ಲಿ ನಮ್ಮ ಕರ್ನಾಟಕ ಮದ್ರಸಾ ಹಣ ಬಡಿಸುವ ಸಮಯ, ಪುರೋಹಿತ ವರ್ಗ ಒಂದೇ ಎಂದು ವೇದಿಕೆಯಲ್ಲಿ ನಡೆಯುತ್ತಿದೆ. ಇದಕ್ಕಾಗಿ ಆಗಮಿಸಿದಂತ ಎಲ್ಲರನ್ನೂ ದ್ರಾವಿಡ ಸಂಸ್ಕೃತಿ ಏನಿದೆ, ಮನುಷ್ಯರನ್ನ ಕೀಳಾಗಿ ಕಾಣುವಂಥ, ನಿಕೃಷ್ಟವಾಗಿ ಕಾಣುವಂಥ, ಅದರಲ್ಲಿಯೂ ಎಂಜಲ ಎಲೆ ಮೇಲೆ ಮನುಷ್ಯರನ್ನ ಉರುಳಿಸುವಂತಹ ಕೆಟ್ಟ ಆಲೋಚನೆಗಳು ಆ ಸಂಸ್ಕೃತಿಯಲ್ಲಿ ಇಲ್ಲ, ನಿಜವಾಗಲೂ ಇಲ್ಲ ಅಂತಕ್ಕಂಥದ್ದನ್ನ ನಾನು ಸ್ಪಷ್ಟಪಡಿಸ್ಲಿಕ್ಕೆ ಬಯಸ್ತೇನೆ. ಈ ಮಡೆ ಸ್ನಾನ ಅನ್ನುವಂಥದ್ದು ಮೂಲತಃ ಹೇಗೆ ವರ್ಣ ವ್ಯವಸ್ಥೆಗೆ ವಿರುದ್ಧವಾದಂತಹ ಜನರನ್ನ ಮತ್ತು ಸಮಾಜದಲ್ಲಿ ಕೆಲವು ತಪ್ಪುಗಳನ್ನ ಮಾಡಿದವರಿಗೆ ಅಸ್ಪೃಶ್ಯತೆಯನ್ನ ವಿಧಿಸಿ ಶಿಕ್ಷೆಯನ್ನ ನೀಡಲಾಗ್ತಾ ಇತ್ತು, ಹಾಗೇನೆ ಮಡೆ ಸ್ಥಾನವು ಕೂಡ ಒಂದು ಶಿಕ್ಷಾರ್ಹ ಪದ್ಧತಿಯಾಗಿ ಬ್ರಾಹ್ಮಣರಿಂದ ರೂಪುಗೊಂಡಿತೇ ವಿನಃ ಅದು ದ್ರಾವಿಡ ಸಂಸ್ಕೃತಿಯ ಪದ್ಧತಿ ಅಲ್ಲ ಅಂತಕ್ಕಂಥದ್ದನ್ನ ನಾವು ಸ್ಪಷ್ಟಪಡಿಸ್ಕೋಬೇಕಾಗ್ತದೆ. ಈ ಜಾಥಾ ತಂಡದ ನಾಯಕರಾದ ಸಂಗಾತಿ ವಸಂತ ಆಚಾರ್ಯ ಅವರಿಗೆ ಕೆಂಬಾವುದಾರ ನೀಡುವ ಮೂಲಕ ಈ ಒಂದು ಪಾದಯಾತ್ರೆಗೆ ಚಾಲನೆ ಕೊಡಬೇಕು. I think he is a communist sannyasi. He must be a communist sannyasi. Otherwise, if at all he has got some problem, he would have met Pejavara Sri or the saints in Udupi Matta or organization. But he is leading that agitation against one Matta. It is not bad. It is not good. It is bad on the part of
to lead something against one mata which has been existing there since centuries. രാജസ്ഥാനിലെ മരുപ്രദേശങ്ങൾ. ഇവിടെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. 1891 സ്വാമി വിവേകാനന്ദൻ രാജസ്ഥാനിലെത്തി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുടികുത്തി വാണിരുന്ന ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ഉച്ചനീചത്വങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സ്വാമി വിവേകാനന്ദൻ ആഹ്വാനം ചെയ്തു. ചടങ്ങുകളിലല്ല മതം ഇരിക്കുന്നത്, സ്നേഹത്തിലാണ്. ശുദ്ധവും നിഷ്കളങ്കവുമായ ആർദ്രസ്നേഹത്തിൽ. മനുഷ്യന്റെ ശരീരവും മനസ്സും ശുദ്ധമല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെല്ലുന്നതും ശിവനെ പൂജിക്കുന്നതും വ്യർത്ഥം. സ്വയം അശുദ്ധരായിരുന്ന് മറ്റുള്ളവരെ മതം പഠിപ്പിക്കാൻ മുതിർന്നാൽ ഒടുവിൽ പരാജയം നിശ്ചയം. 100 ക്ഷേത്രങ്ങൾ ഉള്ളിടത്ത് പോലും അവിശുദ്ധർ താമസിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തീർത്ഥം ഓടിമറയും. ഇനി ജയ്സാൽമീരിലെ കാളിഡുംഗർ ബായ് ക്ഷേത്രത്തിലേക്ക് പോകാം. സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മവർഷത്തിലും കാളിഡുംഗർ ബായ് ക്ഷേത്രത്തിൽ ചാതുർവർണ്ണ്യം നിലനിൽക്കുന്നു. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ അകത്തു കടന്ന് വിഗ്രഹത്തിന്റെ തൊട്ടടുത്തു നിന്ന് ആരാധിക്കാം. എന്നാൽ ഈ ആരാധനാവകാശം സവർണ ജാതിക്കാർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു. സവർണ ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിക്കുമ്പോൾ ശൂദ്രന്റെ സ്ഥാനം ക്ഷേത്രത്തിന് പുറത്താണ്. ശൂദ്രന് വേണ്ടി ക്ഷേത്രമുറ്റത്ത് ഒരു ചെറിയ വിഗ്രഹമുണ്ട്. അവന് അവിടെ പ്രാർത്ഥിക്കാം. ക്ഷേത്രത്തിനകത്ത് കയറിയാൽ സവർണർ അവർണനെ ആട്ടിയോടിക്കും. उसको भड़काएगा, मारपीट करेगा उसको, और वो उनके साथ अच्छा व्यवहार नहीं करेगा, अत्याचार करेगा. രാജസ്ഥാനിലെ പുതുതലമുറ വിദ്യാസമ്പന്നരാണ്. എന്നാൽ ജാതിയന്ധത ഇവരുടെ ഹൃദയങ്ങളെ കീഴടക്കിയിരിക്കുന്നു. അഭ്യസ്തവിദ്യരായ സവർണർ ബ്രാഹ്മണ്യത്തിന്റെ വക്താക്കളായി മാറുന്നു. അവർണർ അടിമത്തത്തിന്റെയും. First general caste and second SC, ST and OBC. For ST, SC and OBC outside, and for general inside. ഒരിക്കൽ ജയ്സാൽമീരിലെ ഗോത്രവർഗക്കാർ ദേശീയ പട്ടികജാതി കമ്മീഷന് പരാതി നൽകി. ജയ്സാൽമീർ ക്ഷേത്രത്തിനകത്ത് കയറി ആരാധന നടത്താൻ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പരാതി. കമ്മീഷൻ അധ്യക്ഷ ഊർമിള സിംഗ് അന്ന് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. आज़ादी के 60 साल बाद प्रजातंत्र में अगर इस तरह की बात होती है तो बहुत ही गलत और निंदनीय है. इसको मैं सीरियसली लूँगी और जहाँ तक होगा तो कोई हमारे यहाँ से कमेटी भी भेज के उसकी जांच करवाएंगे. പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് ജയ്സാൽമീർ പോലീസ് സൂപ്രണ്ട് അന്വേഷണം നടത്താനായി ക്ഷേത്രത്തിലെത്തി. അന്ന് ബ്രാഹ്മണരും രജപുത്രരും ക്ഷേത്രത്തിൽ തിങ്ങിക്കൂടി. മർദ്ദിക്കുമോ എന്ന ഭയം മൂലം ശൂദ്രന്മാരാരും ക്ഷേത്രത്തിന് പരിസരത്തെത്തിയില്ല. ക്ഷേത്രത്തിൽ ചാതുർവർണ്ണമില്ലെന്ന് SP വിധി എഴുതി. അതോടെ അന്വേഷണത്തിനും തിരശീല വീണു. സ്വാമി വിവേകാനന്ദൻ 1892 തമിഴ്നാട്ടിലെത്തി. അന്ന് ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള വിവേകാനന്ദന്റെ പ്രഭാഷണങ്ങൾ കേട്ട് തല ഉയർത്താൻ ശ്രമിച്ച ധർമ്മപുരിയിലെ ദളിത് ഗ്രാമങ്ങളിലേക്ക് പോകാം. നട്ടം എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്.
ഗ്രാമത്തിൽ ഇളവരശ് എന്നൊരു ദളിതനുണ്ടായിരുന്നു. ഇളവരശ് അയൽ ഗ്രാമത്തിലെ ദിവ്യ എന്ന ഉയർന്ന ജാതിക്കാരിയുമായി പ്രണയത്തിലായി. ഇരുവരും കല്യാണം കഴിച്ചു. അയൽ ഗ്രാമങ്ങളിൽ നിന്നുമുള്ള 5000-ഓളം ഉയർന്ന ജാതിക്കാർ ജാതിവെറിയോടെ നട്ടത്ത് തടിച്ചുകൂടി. ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന വീട് ആദ്യം തകർത്തു. പിന്നെ ദളിതരുടെ വീടുകൾക്ക് കൂട്ടത്തോടെ തീയിട്ടു. போனதுக்கு ஊரே நாங்கள் என்ன பாவம் செஞ்சுருப்போம், நாங்கள் என்ன செஞ்சோம். திவாலுக்கும் இளவரசனுக்கும் கொடு, இளவரசன் அவங்க அப்பாவுக்கு தண்டனை கொடு, இளவரசனுக்கு தண்டனை கொடு. நாங்கள் என்ன செய்கிறோம், நாங்கள் என்ன பண்ணுறோம், எங்கள் நகை நெட்டு போய், எங்கள் வீடு வாசல் போய், எங்கள் துணிமணி போய், எங்கள் குழந்தை குட்டிங்க சேதாராகி ஒரு பொண்ணு ஒன்று செத்து, ஒரு மங்கன்ற பொண்ணு வயசுக்கு வந்தது 22 வயசு. அது கொஞ்சம் ஓம மாதிரி பேசாது சரியா. அந்த பொண்ணை முடிக்க அது பயந்து, அது கத்தி, அது மனபயம் பட்டு, அது செத்து, அதுக்கு 15 நாள் நாங்கள் ஊர் உலகமெல்லாம் இருந்து இந்த மாதிரி சீதனையெல்லாம் பண்ணி போட்டு இந்த மாதிரி இடைஞ்சலெல்லாம் பண்ணிட்டு இன்னுமே எங்களை கண்டா இன்னும் காணுன்னு போய்க்கிறாங்க. அதுக்கு என்ன தண்டனை செய்கிறதோ தெரியலைங்க. പെരിയാറിന്റെ ബ്രാഹ്മണ വിരുദ്ധ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന തമിഴ്നാട്ടിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളൊന്നും നട്ടത്തെ ദളിതുകളെ തിരിഞ്ഞു നോക്കിയില്ല. സ്വാമി വിവേകാനന്ദന്റെ തമിഴക സന്ദർശനത്തിന് ശേഷം 1 നൂറ്റാണ്ടിലേറെ പിന്നിട്ടെങ്കിലും ചാതുർവർണ്ണ്യം മാറിയില്ല. ഇവിടുത്തെ ദളിതർ ഇപ്പോൾ തകർക്കപ്പെട്ട വീടുകളും ജീവിതവും പുനർനിർമ്മിക്കുകയാണ്. ഇടയ്ക്ക് ഉരുണ്ടു വീണാലും കാലിടറിയാലും പതുക്കെ ലക്ഷ്യത്തിലെത്താം. പിച്ച വെച്ച് അവിടെ എത്താൻ പ്രയത്നിക്കാം. അത് നാളെയാകാം, 1000 വർഷം കഴിഞ്ഞാകാം. എങ്കിലും ലക്ഷ്യത്ത് എത്തിച്ചേ തീരൂ.